ജയിച്ചടാ. നീ എന്താണോ വല്ലാതിരിക്കുന്നേ? ഒരാഴ്ച കൂടി കഴിഞ്ഞ എക്സാം തീരും. അത് കഴിഞ്ഞ പിറ്റേ ദിവസം ഓണപരിപാടിയാ സ്കൂളിൽ. എന്റെ സ്കൂളിൽ ഓണാഘോഷ പരിപാടി ഉണ്ട്. ഞാൻ ഇപ്രാവശ്യം ഓണാഘോഷ പരിപാടിക്ക് പോകുന്നില്ല. എനിക്ക് ഓണക്കോടി ഒന്നും എടുത്തിക്കില്ല. അത് തന്നെയാ എന്റെയും പ്രശ്നം. അച്ഛന് പണിയില്ലാത്തതുകൊണ്ട് വീട്ടിലാർക്കും ഓണക്കോടി ഇല്ലാന്ന് അച്ഛൻ പറഞ്ഞു. ഓണാഘോഷ പരിപാടിക്ക് എല്ലാ കുട്ടികളും നല്ല ഡ്രസ് ഇട്ട് വരുമ്പോ നമ്മള് മാത്രം. എന്റെ വീട്ടിൽ ഇത് തന്നെയാ സ്ഥിതി. അച്ഛൻ പറഞ്ഞ പുതിയ ഡ്രസ്സ് ഓണം കഴിഞ്ഞിട്ട് വാങ്ങാന്ന. എനിക്ക് ഓണക്കോടി ഇല്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. എന്റെ അനിയത്തിക്ക് ഒരു ഓണക്കോടി വേണമെന്നുണ്ട്. അതെങ്കിലും നടന്നാ മതി. എടാ, നമുക്കെല്ലാവർക്കും ഓണക്കോടി വാങ്ങാനുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. എന്താ ഐഡിയ? നമ്മളൊരു ഓണസമ്മാന കൂപ്പണം ഘടിപ്പിച്ചാലോ? ബെസ്റ്റ്. കൂപ്പൺ അടുപ്പിക്കാൻ എന്തോരം പൈസ വരുന്നറിയോ? എടാ, അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് വർക്ക്ഷോപ്പിലെ വിഷ്ണുവേട്ടനോട് പറഞ്ഞാലോ? കൂപ്പൺ മുറിച്ച് അതിന്റെ പൈസ തിരിച്ചു കൊടുത്താ പോരെ? അത് ശരിയാ, നമുക്ക് ശ്രമിച്ചു നോക്കാം. വാ. എന്താടാ വിഷ്ണുവേട്ടൻ ഞങ്ങളൊന്ന് സഹായിക്കണം. എന്താടാ ഞാൻ പറ. വർക്ക്ഷോപ്പിലുള്ള തിരക്കുള്ള സമയം. കാര്യമൊക്കെ കൊള്ളാം. ഞാൻ വിജയ പ്രസിൽ വിളിച്ചു പറയാം. നിങ്ങളവിടെ പോയി കൂപ്പൺ അടുപ്പിച്ചോ. പക്ഷെ ഒരു കാര്യം, പരിപാടിയൊക്കെ ഗംഭീരമായതിനു ശേഷം എൻ്റെ ക്യാഷിങ് തിരിച്ചു തരണം. താങ്ക്സ് ചേട്ടാ. ഏട്ടനെ പൈസ തന്നിട്ട് ബാക്കി കാര്യം. ഒരു കൂപ്പൺ എടുക്കട്ടെ. എനിക്ക് ഭാഗ്യമൊന്നുമില്ല മോനെ. ഏതായാലും നീ കൂടെ വന്നാലേ ഒന്ന് എടുത്തോ. ഏട്ടാ, ഓണത്തിന്റെ ഒരു കൂപ്പൺ കൊടുക്കട്ടെ. മക്കളെ, ഇപ്പൊ അത് എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. എൻ്റെ മോളെ കുട്ടിക്ക്, അവന് നിങ്ങളെ പ്രായമുള്ളൂ. അവനൊരു ഓപ്പറേഷനുള്ള പൈസ ഉണ്ടാക്കാനായിട്ടില്ല. അതിനൊരു വിഷമത്തിലാണ്. ആ ഏട്ടൻ കരയുന്ന കാണുമ്പോ എനക്കും ശരിക്കും കരച്ചില്ല. നമുക്ക് പിരിച്ചു കിട്ടിയ പൈസ മുഴുവൻ ആ കുട്ടിയുടെ ഓപ്പറേഷൻ കൊടുത്താലോ? അത് തന്നെയാ ഞാനും പറയുന്നേ. നമ്മുടെ ഓണക്കോടിയെക്കാട് എത്രയോ വലുതല്ലേ ഒരു കുട്ടിയുടെ ജീവൻ. എന്താ മക്കളെ തിരിച്ചു വന്ന്? എത്ര ഉണ്ടെന്ന് അറിയില്ല. എന്നാലും ഇത് ഞങ്ങളുടെ ആകാം. ആ കുട്ടിയുടെ ഓപ്പറേഷന് വേണ്ടിയിരിക്കട്ടെ. ഇത് വാങ്ങിക്കേട്ടാ. ഞങ്ങൾ മൂന്നാളും കൂടി എടുത്ത തീരുമാനം. വേണ്ട മക്കളെ, നിങ്ങൾ എന്തൊക്കെയോ സ്വപ്നം കണ്ടിട്ടാണ് ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചത്. നിങ്ങളെ നല്ല മനസ്സിന് നന്ദി. തൽക്കാലം ഈ പണം നിങ്ങൾ വെച്ചോ. നിങ്ങൾ എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി.